മൈത്രിയുടെ അപ്പൻ്റെ ഫേസ്ബുക്ക് പേജ് ചുമ്മാ ഞാൻ വെറുതെ നോക്കാമല്ല എന്ന് വിചാരിച്ചൊന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും മനജ മൈത്രിയുടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ലേ, ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പുള്ളിയുടെ ടൈം ലൈൻ ഒന്ന് കയറി തപ്പിത്തവറി ഒന്ന് പരിശോധിച്ചപ്പോഴത്തേക്കാണ് അവിടെ കുറേ എണ്ണത്തിന് സംഖ്യ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ആദ്യം കൊടുത്തിരിക്കുന്ന അണ്ടി ആരിഫിനാണ്. അണ്ടി ആരിഫിൻ്റെ സംഖ്യ സർട്ടിഫിക്കറ്റ് എടുപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ അണ്ടി ആരിഫിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മാത്രം പറ്റിയൊരു ചളുക്ക്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പെൺകൊച്ചിനെ അവിടെ കണ്ടിട്ട് മതം വിട്ട പെണ്ണ് എന്ന രീതിയിൽ. അപ്പം അത് നൂർ അബ്ദുൽ എന്നുള്ള പെണ്ണാണ്. അവളെ പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നെ പറയാം, ഞാൻ ഒന്ന് കേൾക്കാം. രാജഗോപാലിൻ്റെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അഴുന്തം ബോറാണ്, എന്നാലും ഞാൻ സഹിച്ചത് കേട്ടിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഈ പനൂസ് കുനൂസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലേക്ക് ഒരു എത്തി നോട്ടം. ചുമ്മാ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫനൂസിൻ്റെ പിന്നെ ഇവരുടെ ഒരു പോസ്റ്റർ അടിച്ചിറക്കുമല്ലോ. അപ്പോൾ ആ പോസ്റ്ററിലൊക്കെ ഈ പെണ്ണുണ്ട്, ഈ നൂർ അബ്ദുൽ എന്ന് പറയുന്ന ഈ പെങ്കൊച്ച് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ടിടത്ത് ഇവരുടെ ഒരു കമൻറ്റും കണ്ട് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ നമുക്ക് കുത്തിത്തിരിപ്പാനുള്ള പരിപാടി. വാസ്തവത്തിൽ നിങ്ങൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ രാജഗോപാൽ വാഗ്ദാനത്തിന് ഇവരെയൊക്കെ സംഖ്യ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വെളുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അങ്ങേര് ആർക്കെങ്കിലും സംഖ്യ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നങ്ങാണോ പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന മോളെ കാണിച്ചിട്ട് നാട്ടുകാരെടുത്തിട്ട് പന്നിക്കിടും. ഏറ്റവും വലിയ സംഖ്യ വീട്ടിൽ ഇരിക്കണം മനൂച്ച മൈത്രിയുടെ അപ്പനാ രാജഗോപാൽ വാഗ്ദാനം. അതവിടെ നിൽക്കട്ടെ. ഇവർക്കിടയിൽ ഒരു പടലപ്പണക്കമുണ്ട്. പടലപ്പണക്കമൊന്നല്ല, ഇവർ തമ്മിലൊരു വാശിയേറിയ പോരാട്ടമുണ്ട്. രണ്ട് ടീമായിട്ട് അവരിങ്ങനെ തിരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം എസൻസ് ഗ്ലോബലിൻ്റെ തന്നെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു ഗ്യാങ് അവിടെ ഒരു ഗ്യാങ്. ഞാൻ ആദ്യം വിചാരിച്ച എക്സ് മുസ്ലിമിൽ ഈ ലിയാഖത്ത് അലിയും അണ്ടി ആരിഫും കൂടെ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമേ അതിനകത്തുള്ളൂന്ന്, ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. അതല്ല, രണ്ടുപേരും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തെറി വിളിക്കുക. ബേസിക്കലി ഇവർക്ക് എല്ലാവർക്കും ഇസ്ലാമിനെ മാത്രം തെറി വിളിച്ചത് ഒരു പ്രത്യേകതരം നാസ്തികതയാണ്. ഇവർമാർക്ക് ഒന്നും തന്നെ വേറെ ഒരു മതത്തിൻ്റെ പ്രശ്നവും ഒന്നും ഒരു വിഷയമല്ല. ഇവർക്ക് ആകെ ഉള്ള ഒരേ ഒരു വിഷയം ഇസ്ലാമാണ്. ഇസ്ലാമിനെ തെറി വിളിക്കണം. അതിപ്പോൾ ഇനി എവിടെയായിരുന്നു അതിന് പ്രശ്നം, നമുക്ക് ഇസ്ലാമിനെ തെറി വിളിച്ചേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. കോഴിക്കോട് വെച്ച് ലിറ്റ്മസിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെണ്ണ്. അപ്പം ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റാണ്, ഈ പ്രസ്തുത കമൻറ്റാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ പ്രോഗ്രാം വേറെ ഡേറ്റിലായിരുന്നെങ്കിൽ ഞാനും ലിറ്റ്മസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തേനെ. അപ്പം ലിറ്റ്മസിൽ പങ്കെടുത്തത് ആരൊക്കെയായിരുന്നു? ലിറ്റ്മസിൽ പങ്കെടുത്തവരൊക്കെ തന്നെ പിന്നെ സംഘികൾ ആണ് എന്നൊരു ഇതുണ്ട്, അതായത് നാസ്തിക സംഘികൾ. അപ്പം ഈ നാസ്തിക സംഘികൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഇപ്പുറത്ത് മറ്റൊരു ഫംഗ്ഷൻ വെക്കുന്നത്. മനസ്സിലായോ? ഇപ്പുറത്ത് മറ്റൊരു ഫംഗ്ഷൻ അതേ സമയത്ത് വെച്ചിരുന്നു തൃശ്ശൂർ വെച്ചിട്ട്. അവർ കോഴിക്കോട് അവിടെ അത് നടത്തുമ്പോൾ ഇവർ തൃശ്ശൂർ നടത്തിയിരുന്നു. തൃശ്ശൂർ നടത്തിയിരുന്നതിൻ്റെ പേര് ഇവരിട്ടിരുന്ന പേരെന്തുമായിരുന്നു? തൃശ്ശൂർ ടൗൺ ഹാളിൽ നടന്ന ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി എന്ന പരിപാടിയിൽ ഈ പെണ്ണ് പങ്കെടുക്കുകയാണ്. ഇത് ലിയാഖത്ത്, ജബ്ബാർ മാഷ് ഇവരൊക്കെ ചേർന്നിട്ട് വേറൊരു ടീം. അപ്പുറത്ത് ആരിഫ് ഹുസൈൻ, കാമിത അതെല്ലാം കൂടെ ഒരു ടീം. അപ്പം ലിറ്റ്മസിൻ്റെ പ്രോഗ്രാം കോഴിക്കോട് നടക്കണം, വലിയ ഫംഗ്ഷൻ. ആ കോഴിക്കോട് നടന്ന ആ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വയ്യാത്തതിൻ്റെ പ്രാണവേദനയാണ് ഈ പെണ്ണുമ്പിള എഴുതിയിട്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം വേറെ ഡേറ്റിലായിരുന്നെങ്കിൽ ഞാനും ലിറ്റ്മസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തേനെ. എൻ്റെ ഡൗട്ട് അവിടെയാണ് തുടങ്ങിയത്. അല്ല, അപ്പം ഇപ്പുറത്തെ ഈ തൃശ്ശൂർ ടൗൺ ഹാളിൽ ഇവർ ഈ നടത്തിയിരിക്കുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത് നാസ്തികർക്കെതിരെയാണ്. അതായത് സംഘി നാസ്തികയ്ക്ക് എതിരെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരെണ്ണം അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിനകത്ത് സംസാരിച്ച ഈ പെണ്ണുമ്പിള്ള പറയുന്നത് മറ്റേതിനകത്ത് ഒരേ ഡേറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്ത് വരാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അന്ന് കാശ് കൊടുത്തത് അവർ കാശ് കൊടുത്താൽ അങ്ങോട്ട് വന്നിരുന്നേനെ. രണ്ടിടത്തായിപ്പോയത് കൊണ്ടുള്ളൊരു മൊത്തത്തിൽ ഇവളൊക്കെ പ്രസംഗിക്കാൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇവരൊക്കെ സംഖ്യകൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു പേര് കൃത്യവും വ്യത്യാസമൊന്നും വേണ്ട. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറേ വാണങ്ങളുടെ പേര് പറയാം. അഫ്കോഴ്സ് ഐ വിൽ കോൾ ദം വാണങ്ങളുണ്ട്, അതങ്ങനെ പറ്റുള്ളൂ. ഇനി അപ്പുറത്തെ കൊണാഫിക്കേഷൻ പറഞ്ഞത് ഇത് എസൻസിൻ്റെ ഇതാണ്. 2023 പുറപ്പെടുവിച്ചതാണ്. KK അബ്ദുൾ അലിമാഷ്. ഇതായിരുന്നല്ലോ കാമിതയുടെ സെറ്റപ്പ്. കാമിതയുടെ ഈർക്കിലടിച്ച് പൊക്കുന്ന വാണക്കുറ്റി അയാളാണിത്. ഈ കളവനെയാണ് അവൾ കല്യാണം കഴിക്കാൻ ആലോചിച്ചുകൊണ്ട് കിടന്നത്. കാമിതയുടെ ഗുളി ഫ്രണ്ട്. ഇങ്ങനത്തെ കുറേ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പുള്ളി ഇട്ട ഒരു കമൻറ്റാണ്. ഇതിൽ നിന്നല്ല അയാളുടെ സംസാര രീതിയിൽ നിന്നും അയാൾ എന്നെ സംഘികളെ പുകഴ്ത്തണമെന്നൊക്കെ പറഞ്ഞാലാണ് ഞാനും അയാളും കൂടെ മുട്ടലകളെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ പുള്ളി നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു പൂച്ചയെ പോലെ ഇരിപ്പുണ്ട് കള്ളായി. ഇയാൾ പറയുന്നത് ഹിന്ദുത്വ എന്ന ആശയം പൊളിറ്റിക്കൽ ഇസ്ലാമിനോളമോ തിയറിറ്റിക്കൽ ഇസ്ലാമിനോളമോ അപകടകരമല്ല.
ചേകന്നൂർ മൗലവി എന്നും ചേകന്നൂരിയാണെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് കയറിയിട്ടാണ് ഇവറ്റുകൾ ഈ തോന്നിവാസം അത്രയും കാണിക്കുക എന്നുള്ളതാണ് കഷ്ടം. അപ്പം ഈ പറയുന്ന അബ്ദുൾ അലിയുടെ സംഗീസം തെളിവാകാൻ ഈ ഒരൊറ്റ കമന്റ് മതി. അയാൾക്ക് ഹിന്ദുത്വത്തിനകത്തുള്ള ഒരു ഭീകരതയും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും റീസെൻ്റ്ലി അതിനകത്ത് നടക്കുന്ന ഒരേ അനാചാരങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ആ മനോഭാവവും പള്ളിക്കകത്ത് പോയിട്ടുള്ള ശിവലിംഗം തേടലും അങ്ങനെ തുടങ്ങി അവർ കാണിക്കുന്ന ഒരു തെണ്ടിത്തരവും വലിയ ഭീകരതയുള്ളതല്ല. ഗുജറാത്തിൽ നടന്ന കലാപത്തിൽ മാത്രം ഹിന്ദുത്വ ഭീകരത എത്രത്തോളം വൃത്തികെട്ടതാണെന്ന് തെളിയിക്കാൻ അതിൽ പരം ഒരു എക്സാമ്പിൾ തരിക പോലും വേണ്ട. പക്ഷെ അതൊന്നും ഒരു ഭീകരതയല്ല എന്നാണ് പുള്ളിക്കാരൻ്റെ അവകാശവാദം. ബേസിക്കലി ഇസ്ലാമാണ് പ്രശ്നം. പിന്നെ ഈ വാണത്തിനെ അറിയാല്ല. അത്തുക്കാള പുതിയ മാടി. ഞാനിത് കുറേ തപ്പി. ഇയാൾ മുമ്പ് ദളിതന്മാരെ, അതായത് ആദിവാസികളെ വരെ തെറി വിളിക്കുന്ന ഒരു വൃത്തികെട്ട തെറിയനാണ്. പക്ഷെ ഈ തെറിയനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഇയാക്കത്ത്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ കക്ഷി ചേർന്നിരിക്കുന്നത്, അത് മറ്റേ അലി കക്ഷി ചേർന്നിരിക്കുന്ന കാമിലൊക്കൊപ്പമാണ്. ഇത് ഇപ്പുറത്ത് ജബ്ബാർ മാഷിനൊപ്പമുള്ളതാണ്. ജബ്ബാർ മാഷിനൊപ്പമുള്ള ഗോഷ്ഠിയാണ്. ബേസിക്കലി ഇവർക്കൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇസ്ലാമിനെ തെറി വിളിക്കണം, അല്ലാതെ വേറെ പുതിയതായിട്ടൊരു ഒരു സംഗതിയില്ല. ഈ പറയുന്ന പിന്നെ ഈ പുതിയങ്ങാടി തെറി വിളിക്കാരൻ തെറിയനെ ഹോണർ ചെയ്യണം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ടീം ഫനൂസ് ആദരിക്കുന്നു. ആ ഡേറ്റ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെ ആദരിക്കുന്ന കാര്യത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങേർക്ക് ആദരണം കൊടുക്കുന്ന ദിവസമാണ്. ഫനൂസിനകത്ത് പിന്നൊരാളും കൂടെ എടുത്തു പറയാനുണ്ട്. ഈ തെറിയനെയൊക്കെ ആദരിക്കുന്ന എന്തടിസ്ഥാനത്തിലെന്ന് എനിക്കറിയത്തില്ല. അവൻ പറയണ കേട്ടില്ലേ, വെടിയുടെ മകനെന്ന് ഞാൻ ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രൊഫൈൽ താഴോട്ട് പോയാൽ കാണാം. എനിക്ക് എൻ്റെതായ രീതികളുണ്ട്. തൽക്കാലം അത് മാറ്റാൻ ഉദ്ദേശമില്ല. അങ്ങനെ കുറേ കമൻസ് ഉണ്ട്. ഇവൻ്റെ കുറേ കമൻസ് കണ്ട് കാലവാരി നിലത്തടിക്കാൻ തോന്നും. ഇവൻ പിന്നെ ഒരു സ്പീഡിനൊക്കെ മറ്റു മതങ്ങളെയൊക്കെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചത് നിഷ്പക്ഷനായിരിക്കും എന്നാണ്. പക്ഷെ ഇവൻ്റെ ഇപ്പോൾ ബേസിക്കലായിട്ട് ഇവൻ ഈ പറയുന്ന ലിയാഖത്ത് അലിയിലേക്ക് കൂടെ ചേർന്നിട്ട് ഇവനും ഇസ്ലാമിനെ, ബേസിക്കലി ഇവരെല്ലാം ഇസ്ലാമിനെ തെറി വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഓണർഷിപ്പ് വാങ്ങിക്കാൻ വരുന്ന ഇവന് ലിറ്റ്മസ് മുമ്പ് ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുറേ പൈസയും കൊടുത്ത് അവനെ ഒന്ന് ആദരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ലിറ്റ്മസ് ആദരിപ്പിക്കും, പിന്നെ അതിനുശേഷം പൊന്നൂസ് ആദരിപ്പിക്കും. പൊന്നൂസ്, ലിറ്റ്മസ്, കുറ്റ്മസ്, കച്ചിരി, കാലിറ്റി എന്നിങ്ങനെ കുറേ പേരിടുമെന്നെല്ലാം ബേസിക്കലി ഇവന്മാരെല്ലാം സംഘികളാണ് എന്നുള്ളതിൻ്റെ തെളിവായി പറയണം. ഇനി കുക്കു ദേവസിയുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത് ഫനൂസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് കുക്കു ദേവസി എന്തോ ചെയ്യാറുണ്ട്. അവരെ ഫോട്ടോ ഉണ്ട്. അതിനകത്ത് മറ്റേ പെണ്ണും ഉണ്ട്. ആ പെണ്ണും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നൂറും ഉണ്ട്. ഇപ്പം നൂറും ഈ കുക്കു ദേവസി. ഇനി കുക്കു ദേവസിയുടെ കഥ പറയാം. കുക്കു ദേവസിക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കുക്കു ദേവസിയെ പറ്റിയിട്ട് കൃഷ്ണകുമാർ, നമ്മൾ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അലവിലാതി കഷ്ടകുമാർ, അയാൾ ഒരു ഫോട്ടോ വെച്ചിരുന്നു. പിന്നെ ഈ വിഷുവിൻ്റെ അന്ന് ഇവരുടെ എല്ലാ പെണ്ണുങ്ങളുടെയും ഫോട്ടോ വെച്ചിട്ട് വെടികൾ എന്നോ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തു. ഇവ എന്താ ഈ പറയുന്നത്? ഇതിനകത്ത് നിൽക്കുന്ന കുക്കു ദേവസി ഉൾപ്പെടെ വക്കീലന്മാരാണ്. ഇവർക്ക് എന്താ ഇതിനെതിരെ ബിന്ദു അമ്മണിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു അമ്മണി ദളിത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇവർക്ക് ദളിതരല്ലേ, അങ്ങനെ പരാമർശിച്ചാൽ ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ആ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇവർക്ക് എന്ത് സ്ത്രീ സംരക്ഷകരാണ്, ഇവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ഷാർപ്പ് എന്നെ കുക്കു ദേവസി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമില്ല അവരെ കറുപ്പെന്ന് പറയുന്നത്. പിന്നെ അവർ എപ്പോഴും ഇടുന്ന പോസ്റ്റുകൾ ശ്രദ്ധിച്ചോളൂ. അത് മാത്രമല്ല അവരുടെ മകളുടെ അരങ്ങേറ്റത്തിനൊക്കെ പിന്നെ അമ്പലത്തിൽ വെച്ച് നടത്തി അങ്ങനെ എന്തൊക്കെ കുറേ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മൊത്തത്തിൽ കള്ളമാണെന്നുള്ളതിൻ്റെ ചെറിയ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ദേവസി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നെ ദളിതെന്ന് പറയരുത്, ഞാൻ വിശ്വകർമ്മയാണെന്ന്. പിന്നെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വേർതിരിവുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജാതിപരമായ വേർതിരിവുകൾ രണ്ട് കൂട്ടരും കാണിക്കാറുണ്ടല്ലേ. കളറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലൊരു വേർതിരിവുള്ളതായിട്ട് എനിക്കറിയത്തില്ല. കുക്കു ദേവസി പറഞ്ഞിട്ട് കിടക്കുന്നതാണ് എന്തെന്ന് ലേഡി നെൽസൺ മണ്ടേല എന്നൊക്കെയാണ് സ്വയം അവരോധിക്കുന്നത്. ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. അതുമല്ല ഇവറ്റുകൾ ഇങ്ങനെ പിന്നെ വേദി പങ്കിട്ട് അതിനകത്തിരുന്ന് ഇസ്ലാമിനെ തെറി വിളിക്കുമ്പോൾ ഇവിടെ എന്ത് സാമൂഹ്യ സുരക്ഷ കിട്ടുമെന്നാണ്. വാസ്തവത്തിൽ ഇവിടെ സ്പർദ്ധത വളരും എന്നതിനപ്പുറം എന്തെങ്കിലും പ്രയോജനമുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ജബ്ബാർ മാഷിൻ്റെ അടുത്ത് നമ്മളൊരു സൂചന പോലെ പറയുകയാണ്, മാഷ ഇത് മോശപ്പെട്ട ഒരു ഇതാണ്, നിങ്ങൾ മുമ്പ് നടത്തിയിരുന്നത് കുറച്ച് ശാസ്ത്രാവബോധവും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുമാണ്, നിങ്ങൾ എന്താണ് ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനെ ആഘോഷിക്കുന്നത്? അതൊന്നും എൻ്റെ വിഷയമല്ല. ദാറ്റ്സ് നൺ ഓഫ് മൈ പ്രോബ്ലം. എനിക്കിതൊക്കെ പറയണം. എനിക്ക് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇസ്ലാമിന് മാത്രമേ തെറി വിളിക്കുകയുള്ളൂ. ഇയാളുടെ എല്ലാ പോസ്റ്ററും എടുത്തു വെച്ച് നോക്കുക, ഇയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിക്ക പോസ്റ്ററുകളും നോക്കുക, അതിന് ഇസ്ലാമിനെ തെറി വിളിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അവിടെ പ്രസംഗവും അത് തന്നെയാണ്. ഇസ്ലാമാണ് അവരുടെ സബ്ജക്റ്റ്, ഇസ്ലാമാണ് ഏറ്റവും കുഴപ്പം. എന്ന് വെച്ചാൽ അതിനകത്തുനിന്നുള്ള ആൾക്കാർ കുറവുമാണ്, അവർക്കാർക്കും ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഇവർക്കൊക്കെ ഏറ്റവും പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അത് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ലിബി ഹരി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് മെനങ്ങിയാന്ന് കണ്ടിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ഒരു കന്യാസ്ത്രീ പള്ളിയിൽ വെച്ച് പ്രസവിക്കുകയാണ്. അതായത് അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് കന്യാസ്ത്രീയാണ്
പ്രസവിച്ചിട്ട് കൊച്ചിനെ അതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് എറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. ഇവിടെ വേറൊരു കൊച്ച് ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ഒരു ഇത് ചെയ്തതിന് ഇവിടെ ഭയങ്കര കുട്ടിഘോഷവും ബഹളവും ഒക്കെ ഉണ്ടായിട്ടും ഈ വിഷയം പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ന്യൂസ് റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉൾപ്പെടെ പുള്ളിക്കാരത്തെ അവരുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം. ലിബി അരി അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, അവിടെയുള്ള ഒരു കന്യാസ്ത്രീ മുൻപോട്ട് വന്നൊരു കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന വികാരി അച്ഛൻ വികാരം മൂത്ത് അവരെ ചുണ്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അപകട മരണം എന്ന രൂപേണ കൊല്ലപ്പെടുന്ന ഒരു വിഭാഗം കന്യാസ്ത്രീ മഠങ്ങളിലാണ്. അപ്പം അതൊക്കെയല്ലേ സത്യം. ഈ നാസ്തികതയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ളവർ നിഷ്പക്ഷരായി എല്ലാ വിഭാഗത്തിലെയും പ്രോബ്ലംസ് പറയണം. അപ്പോൾ റീസെൻ്റ്ലി ഒരു പിന്നെ ദളിത് വംശജൻ ഒരു പൂജാരി ഉണ്ടായിരുന്നു. പൂജാരി കൊടുത്ത ഈ പ്രസാദം വാങ്ങിക്കില്ല എന്ന് പറയുന്ന ഒരു കേസ് വരെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇവർക്ക് ചർച്ചയില്ല. ഇവരുടെ ചർച്ച മുഴുക്ക ഇസ്ലാം കുഴപ്പമാണ്, ഇസ്ലാമിനെ നമുക്ക് അങ്ങോട്ട് തീർക്കണം, ഇസ്ലാമിലെ ഈ പ്രശ്നം, ഇസ്ലാമിലെ ആ പ്രശ്നം, ഇസ്ലാം അങ്ങോട്ട് പോയ ആ പ്രശ്നം, ഇസ്ലാം ഇങ്ങോട്ട് പോയ ആ പ്രശ്നം, ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന സ്പർദ്ധത, ഇവിടെയുള്ള മനുഷ്യർ പരസ്പരം കൈരാഗ്യ ബുദ്ധിയോടുകൂടി പരസ്പരം നോക്കുന്നു, മതം ചോദിക്കുന്നു, ജാതിയല്ല മതം ചോദിക്കുന്നു, അവൻ്റെ മതം അനുസരിച്ചിട്ട് ജീവിക്കാൻ നോക്കുന്നു, ഫുഡ് കഴിക്കുന്നിടത്ത് പോലും മതം കൊണ്ടുവരുന്നു എന്ന് വേണ്ട എവിടെയും മതം കുത്തിക്കയറ്റിട്ട് പരസ്പരം എങ്ങനെ കൊല്ലാം എന്നതിൽ ഡിഗ്രി എടുക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ യുവമാർ കാണിക്കുന്ന ഈ പേക്കൂത്ത് സത്യത്തെ നിർത്തലാക്കേണ്ടതാണ്. വകുപ്പില്ല, പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. ബട്ട് കണ്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇന്ന് ഇവർക്കൊപ്പം വന്ന് നിന്നിട്ട് ഇപ്പം മതം വിട്ടു, മതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ചില അസൗരാസ്യങ്ങൾ വരുമ്പോൾ ഉടനെ തലയിൽ തട്ടവും ഊരിക്കൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഇസ്ലാമിനെ അങ്ങോട്ട് എടുത്തു വെച്ച് അർമാദിക്കുമ്പോൾ ഉടനെ ഇൻവിറ്റേഷനുമായിട്ട് വരുന്ന ഇവന്മാരും ഇൻവിറ്റേഷനും കൊണ്ട് വരുമ്പോൾ ഇതിലേക്ക് പോയി ചാടി കൊടുക്കുന്നവർക്കും പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്ലാമിനെതിരെ ഇവർ പറയുന്നത്. അല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയാണെന്ന് വിശ്വസിക്കാൻ പറയരുത്. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയല്ല, ഇത് നിർബന്ധമായും പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ സംസാരിക്കും. അതാണ് അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. നിങ്ങൾ എൻ്റെ ടൈം ലൈനിലെ കമൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തും ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ്. അവരുടെ കൂടെ നിന്നാൽ അവർ സപ്പോർട്ട് ചെയ്യും, പെട്ടെന്ന് ഹൈപ്പ് തരും, നമ്മുടെ ചാനൽ എവിടെയോ എത്തും, പണമുണ്ടാകും. ഒരു പ്രോഗ്രാമിനൊക്കെ പോയി 3000, 30,000, 40,000 രൂപയൊക്കെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ചിലവ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അതിനകത്തോട്ട് തന്നെ പോയി. ഈ പെണ്ണും അപ്പോൾ അതിനകത്തോട്ടാണ് പോയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ കുറ്റം പറച്ചിലാണ്. ആ പെണ്ണ് പറയുന്ന പിന്നെ ഇവിടെ മുച്ചിലിയുമായി അല്ലെങ്കിൽ മതം വിട്ട പെണ്ണ് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉള്ള ഈ ബാക്കിയുള്ള കൊണാഫിക്കേഷന്മാർ ഇത് പറയുന്നത് കേൾക്കുമ്പോഴാണ്. പിന്നെ അതിനകത്ത് ഞാൻ എടുത്തു പറയാൻ 2 പേരെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പിക്ചർ വയ്ക്കുമ്പോൾ പോസ്റ്ററിൽ പെട്ട 2 പേരുകളുണ്ട്. ഒന്ന് വിശ്വനാഥൻ ഡോക്ടർ, 2 പ്രശാന്തും. ഇവർ 2 പേരും സംഘികളെ അനുകൂലിച്ച് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അവർക്കതൊരു മുഷിവ് തോന്നണ്ടെന്നുള്ളത് കൊണ്ടാണ് ആ പേരുകൾ ഞാൻ വ്യത്യസ്തപ്പെടുത്തി പറയണത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇവന്മാരെ കൂടെ നടക്കുന്നത് കാണാം. അതിന് കാലക്രമേണ എന്ത് പറയുമെന്ന് അറിയത്തില്ല. നിങ്ങൾ മറ്റേ അയാളെ കണ്ടില്ലേ? അയാളിപ്പം ഖുർആന് തീട്ടത്തിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? അതുപോലെ പറയിപ്പിക്കും ഇവർ. കാരണം ഇവർക്ക് വേറെ സബ്ജക്റ്റ് ഇല്ലാന്നേ. ദുരന്തങ്ങൾ എന്നതിനപ്പുറം ഇതിനൊന്നും വേറൊരു പേരിട്ട് പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ കണ്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊള്ളാടി മോളെ, നല്ലത് തന്നെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉമ്മ ബാപ്പ സഹോദരങ്ങളെയൊക്കെ കൊല്ലാനായിട്ടുള്ള ആഹ്വാനം പുറപ്പെടുപ്പിക്കുന്ന ഒരു പ്രത്യേകതരം വർഗീയ ശക്തികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് തീർക്കണം. അത് തന്നെ. എന്നിട്ട് പറയണത് ഇത് ഇസ്ലാം വിരുദ്ധരാണ്, സംഘി വിരുദ്ധ സമ്മേളനമാണ്, നാസ്തിക സംഘികൾക്കെതിരെയുള്ള സമ്മേളനം. മറ്റവർ പറയുന്നത് ഞങ്ങൾ സംഘികളാണ്, നാസ്തിക സംഘികളാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ. രവി അണ്ണനും കൂട്ടരും അതങ്ങനെ, ഈ ജബ്ബാർ മാഷും കൂട്ടും ഇതിങ്ങനെ. ഇത് 2 പേർക്കും ബേസിക്കലി ഇവർ 2 പേർക്കും ഇസ്ലാമിനെ തെറി വിളിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇവറ്റകളെ സത്യത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും വാല്യുബിൾ ആണ്. മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. താങ്ക് യു.